ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ളിരുന്ന് കാണണേ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ആദ്യം തന്നെ ഒരു പട്ടി ഞങ്ങളുടെ പിന്നാലെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഓടി വരുന്നതെന്ന് അറിയില്ല. പകുതി എത്തിയപ്പോൾ പിന്നെ അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേന്ന് പറഞ്ഞില്ല അല്ലേ. ഞങ്ങളിതാ ഈ കാണുന്ന പുഴയിലേക്കാട്ടോ പോണത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പുഴയിലേക്ക് പോണത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം എങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല ഞാൻ. സത്യത്തിൽ ഇപ്പോൾ തലകറക്കാണ് കൂടുതലായിട്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോവാറില്ല കേട്ടോ അധികം. പിന്നെ അത് മാത്രമല്ല, തക്കുടുക്കൊക്കെ കൂടിയിട്ട് രാവിലെ തൊട്ടിട്ടേ പുഴയിൽ പോയിരുന്ന് മീൻ പിടിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണെന്നാൽ ഞാനും കൂടി വരുന്നുണ്ട്, എന്നും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊരു വൈകുന്നേരം സമയമായപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവരുടെ കൂടെ മീനൊക്കെ പിടിക്കുന്നത് കണ്ടിട്ട് ഇരിക്കുക കുറച്ച് നേരം വെച്ചിട്ട് അങ്ങനെയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ നല്ല മഴയാണ് കേട്ടോ. നമുക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല മഴ കാരണം ഞങ്ങൾക്ക് കാറൊന്നും ഇല്ലല്ലോ, 2 വീലറുമല്ല എപ്പോഴും പോവാറ്. അപ്പോൾ ഈ മഴ നനഞ്ഞ് പോകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനേ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വൈകുന്നേരമല്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, വീടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാലയിൽ ഇരിക്കണ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുഴേൻ്റെ അവിടേക്ക് പോയി നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറേ പേരെ കിടക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അവർ കുറേ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്തിട്ടാട്ടോ മീൻ പിടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിത് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. തക്കുടൂൻ്റെ പാൻറ്റ് ഊരി പോകുന്നുണ്ട് കേട്ടോ. അതാണ് തക്കുടി വലിച്ച് കെട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ തക്കുടിൻ്റെ മേത്തൊക്കെ നിറച്ച് ചളിയാണ് കേട്ടോ. അവനും ഇക്കൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് മതിച്ചിട്ടാണ് അവൻ്റെ മേത്ത് ഇങ്ങനെ ഫുള്ള് ചളി ഇട്ടുക. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരം ആകുമ്പോൾ മേലൊക്കെ കഴുകി കയറ്റാൻ വെച്ചിട്ട് അങ്ങനെ നിർത്തിയേക്കാം കേട്ടോ. അവന് മേത്തൊക്കെ ഫുള്ള് ചളിയുണ്ട്. പിന്നെ സ്കൂളും കൂടി ഉണ്ടായിരുന്നില്ല 2 ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈമും പുറത്താണ് കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയാണ് തക്കുടിന് സ്കൂളിൽ പോകാൻ. ലീവായി കഴിഞ്ഞാൽ പിന്നെ കുട്ടി സ്കൂളിൽ പോകാൻ കൂട്ടാക്കില്ല, അങ്ങനെയാണ് കേട്ടോ. ഇന്നും ഓരോ പരാതികളാണ്. കൂട്ടുകാരടിച്ചു, പിച്ചി, മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിൽക്കാതെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എരേനൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ എരേനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എരേനൊന്നും അങ്ങനെ കാണാൻ കിട്ടാറില്ല കുറേ സ്ഥലങ്ങളിൽ. പണ്ടൊക്കെ നമ്മൾ കിളക്കുമ്പോഴേക്കും കുറേ ഇരകളിനൊക്കെ കാണാറുണ്ട് കേട്ടോ. ആ പിള്ളേരേനൊക്കെ പറക്കി കുട്ടി കൊടുന്നിട്ട് നിൽക്കാതെ ഒരു അറപ്പും വെറുപ്പും ഇല്ലാണ്ട് മറ്റേ ചൂണ്ടൻ്റെ മുകളിൽ കോർക്കട്ടയ്ക്കൊക്കെ ഭയങ്കര അറപ്പാട്ട് ഈ എരേൻ്റെ തൊടാനും കാണാനൊക്കെ. പക്ഷെ ഇക്കാക്ക് ഒന്നും വിഷയമില്ല. അപ്പോൾ എനിക്ക് വന്നപ്പോൾ തൊട്ടിട്ടേ ഒരു ദേഷ്യം പോലെ വന്നു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ തൊട്ടേ എനിക്ക് ഇതിൻ്റെ വൈബൊന്നും ആസ്വദിക്കാൻ പറ്റണില്ല. ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മളിരുന്ന് വൈബ് ആസ്വദിക്കില്ലേ, അതൊന്നും പറ്റണില്ല കേട്ടോ. അതാ കണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ തക്കൂടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. ഇപ്പുറത്തെ വശത്ത് ഇരുന്നിട്ട് അവന് ചൂണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അവന് മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ ചെറിയൊരു ചൂണ്ട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ വെച്ച് മറന്നു. അപ്പോൾ അത് വേണം പറഞ്ഞിട്ടാട്ടോ അവൻ കരയുന്നിരുന്നിട്ട്. അപ്പോൾ അവൻ്റെ കരച്ചിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ റിച്ചൂസിന് പുഴയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് റിച്ചൂസിൻ്റെ ഓരോ പരാക്രമങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടേക്ക് പിള്ളേരെ നോക്കിയിരിക്കലാണ് എൻ്റെ പണി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാട്ടേക്ക് വന്നത് തന്നെ ദേഷ്യമായി എന്ന് പറഞ്ഞത് ഞാൻ. നമ്മൾ വരുമ്പോൾ പിള്ളേരൊന്നും പാടില്ല, നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സ്വസ്ഥതയായിട്ട് ഇരിക്കണം. അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. ഇത് ഞാൻ വന്നിട്ട് പിള്ളേരെ ഇവിടെ ഇരുന്ന് നോക്കുക, വീട്ടിലിരുന്നിട്ടും പിള്ളേരെ നോക്കുക. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഭ്രാന്ത് വരികയാണ്. എന്നാലും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടാണ്. ഓൾറെഡി ഇവർ നേരത്തെ പിടിക്കാൻ പോയിട്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോഴും കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും വല്ലാണ്ട് മീനൊന്നും കഴിക്കില്ല കേട്ടോ. എനിക്ക് കഴിക്കണം തോന്നിയാൽ മാത്രം 1 2 എണ്ണം എടുത്ത് കഴിക്കും, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇക്കാക്കും തക്കുടൂനൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഇത് പൊരിച്ച് കഴിഞ്ഞാൽ. സംഭവം ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നല്ല ഫ്രഷ് മീനല്ലേ. പുഴമീൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. കഴിക്കാത്തവരുണ്ടെങ്കിൽ പുഴമീൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഈ പരലൊക്കെ ഇല്ലേ, ചെറിയ പരല പണ്ട് കാരിൽ. പക്ഷെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറു എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് മീനൊക്കെ നല്ല വലുത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കുടൂൻ്റെ ഒരു കൈയിൻ്റെ വലിപ്പത്തിൻ്റെ അത്രയും പോകുന്ന മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ചില സാധനങ്ങൾ കഴിക്കാൻ തോന്നില്ല, ചില സാധനങ്ങൾ കഴിക്കാൻ തോന്നും, അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് മീനൊന്നും കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ പിടിക്കുന്നത്. തക്കുടിന് പിന്നെ മീനിനെ കിട്ടിയപ്പോൾ അവൻ ഹാപ്പി ആയിട്ടാണ്. പിന്നെ ചൂണ്ടൻ്റെ കാര്യമൊക്കെ മറന്നു അവൻ. പിന്നെ മീനിനെ പിടിച്ചിട്ടായി നടത്തം കവറിൽ മീനൊക്കെ ഇട്ടിട്ട് കിലോ 10 എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നടക്കുന്നത് മൂപ്പരാൾ. അപ്പോൾ കുറേ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറേ ചേട്ടന്മാർ ഞങ്ങളുടെ ഈ സൈഡിലൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലായിടത്തും പണികൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ് തോന്നണം. കാരണം കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സുകളിനൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ അവരെന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇര മാത്രമല്ല, മറ്റേ മൈദേൻ്റെ മിക്സൊക്കെ ഇല്ലേ, ഓരോ ഫുഡുകൾ മീനിൻ്റെ, അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിച്ചൂസ് ഇവിടെ നിന്നിട്ട് കരയാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അവൻ്റെ ചുണ്ട് പോയത് കണ്ട. ഞാൻ ചീത്ത പറഞ്ഞപ്പോഴാട്ടോ അവൻ്റെ ചുണ്ട് ഇങ്ങനെ പോയത്. അവൻ്റെ സങ്കടം വന്ന ചുണ്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അവനിങ്ങനെ പുഴയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവന് വെള്ളം
ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുഴയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സെറ്റായിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച്. അപ്പോൾ മൂപ്പരാൾക്ക് കുഴപ്പമില്ല, പറഞ്ഞാലൊക്കെ മനസ്സിലാവണ കൂട്ടത്തിലാട്ട് ഇത്തിരി. നമ്മൾ ചെയ്യരുത് പറഞ്ഞ ഒരു സങ്കടം വരും, പിന്നെ സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അത് മിക്ക കുട്ടികളും അങ്ങനെയാണ്, വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടമാട്ടോ പിള്ളേർക്ക്. പക്ഷെ ഞാൻ ഇറക്കാത്ത വേറൊന്നും കൊണ്ടല്ല, വെള്ളമൊക്കെ ആകെ കലങ്ങിയിരിക്കുക കേട്ടോ. കുളത്തിലെ വെള്ളമാകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടാവും. ഇത് പുഴയത്തെ തന്നെ ആകെ കലങ്ങിയിട്ടിരിക്കുകയാണ് വെള്ളം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ, കാരണം നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് മഴ നനഞ്ഞ് പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിക്കണ കുറച്ച് ചിക്കൻ മേടിച്ചു കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നു, അപ്പോൾ ചായയൊക്കെ കുടിച്ചു. കാലത്ത് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, തല കറങ്ങിയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ വിശന്നപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ചു, ഒരു പപ്സും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.